ഏതോ ബംഗാളി പണിയെടുക്കണമെന്ന് വിചാരിക്കേണ്ട, അത് ഞാൻ തന്നെയാണ്. ഇന്ന് കുറച്ച് ചീര നടാമെന്ന് വിചാരിച്ചു. കുറേ നാളുകൊണ്ട് പാകി വെച്ചിരുന്ന ചീരയാണ്. ഇപ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ കുറച്ച് വെയിൽ കിട്ടുള്ളൂ, ബാക്കി ഫുള്ള് ജാതിയൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് വെയിലൊന്നുമില്ല. അങ്ങനെ പൊട്ടിയ ചുടുകട്ടയൊക്കെ വെച്ച് നടാനുള്ള സ്ഥലമൊക്കെ സെറ്റ് ചെയ്ത് അതിനുശേഷം കുറച്ച് കരിയില വാരിയെടുത്ത് അതിനകത്തിട്ടൊന്ന് നിറച്ച് റെഡിയാക്കുക ആദ്യം ചെയ്തത്. കരിയില എന്ന് പറയുന്നത് ഒരു വളമാണ്. സത്യത്തിൽ ഒരുപാട് കാർബൺ അടങ്ങിയിട്ടുള്ള ഒരു വളമാണ്. ചെടികൾക്ക് അത്യാവശ്യമാണ് കാർബൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പുരയിടത്തിലൊന്നും വീഴുന്ന കരിയില ഞങ്ങൾ കത്തിച്ച് കളയാറില്ല, അത് അവിടെ തന്നെ കൂട്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ കരിയിലിട്ട് നിറച്ചതിന് മീതെ നമ്മൾ കുറേ ദിവസം മുമ്പ് കുമ്മായിട്ട് മിക്സ് ചെയ്തിട്ടിരുന്ന മണ്ണ് ചാണകവും കൂടി മിക്സ് ചെയ്ത് ഞാൻ അതിൻ്റെ മീതെ കൊണ്ടിട്ട് സെറ്റ് ചെയ്തെടുത്തു. പിന്നെ ആ മണ്ണൊന്ന് കറക്റ്റ് ഒന്ന് റെഡിയാക്കിയിട്ട് അതിൻ്റെ അകത്തുള്ള കട്ടയും കല്ലും പിന്നെ കുറച്ച് കമ്പുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞ് റെഡിയാക്കി അതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ചീര നടാൻ പോകുന്നത്. വീട്ടിലേക്ക് ആവശ്യമുള്ള മിക്കവാറും പച്ചക്കറികളൊക്കെ ചീരയും പയറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ തന്നെയാണ് ഇവിടെ കൃഷി ചെയ്യാറുള്ളത്. പുറത്തുനിന്ന് അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഒന്നും വാങ്ങാറില്ല, പച്ചക്കറി ഒന്നും വാങ്ങാറില്ല. പിന്നെ ഉള്ളി, സവാള, വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണ വാങ്ങാറുള്ളത്. ട്രെയിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് ചീര പാകുന്നത്. പക്ഷേ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ആ ചെടി ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ ഫുള്ള് വേരോടെ പൊങ്ങി വരുമായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ടത് വന്നില്ല. അപ്പോൾ എനിക്ക് പഴയ ഒരു ടെസ്റ്റർ കിട്ടി, അങ്ങനെ അത് വെച്ച് ഇങ്ങനെ പൊക്കിയെടുത്തപ്പോൾ കറക്റ്റ് ആ വേരോടെ നല്ല രീതിക്ക് അത് റെഡിയായി വന്നായിരുന്നു. നേരത്തേക്ക് വിത്ത് മേടിച്ചാൽ ചീരയുടെ വേറെ ഏത് വിത്ത് പൊടിച്ചില്ലെങ്കിൽ ചീരയുടെ വിത്ത് കറക്റ്റായിട്ട് പൊടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കാം, ട്രെയിനകത്ത് മുഴുവനും ചീര വിത്ത് പാകിയതാണ്, പക്ഷേ എല്ലായിടത്തൊന്നും പൊടിച്ചില്ല, കുറേയൊക്കെ ചീത്തായി പോയി, ഫുള്ള് പറ്റിപ്പാണെന്ന് തോന്നുന്നു. ആദ്യമൊക്കെ മുറ്റത്ത് നിറച്ച് ചെടികളൊക്കെ ആയിരുന്നു, റോസും 10 മണിയും ഒരുപാട് ചെടികളുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് നമ്മൾ ചെടികൾ നട്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്, ആ സമയത്ത് നമ്മൾ പച്ചക്കറി നട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുകയും ചെയ്യാം, വിഷമില്ലാത്ത പച്ചക്കറിയും കഴിക്കാം, പിന്നെ എന്താ ഭംഗിയുണ്ടാവും. അങ്ങനെ നമ്മുടെ ചീരയൊക്കെ വലുതായി. അപ്പോൾ ഈ ചീര കാരണം നമ്മുടെ ട്രിപ്പ് പകുതി വെച്ച് ക്യാൻസൽ ചെയ്ത് നമ്മൾ വന്നു. അതിൻ്റെ കഥ നെക്സ്റ്റ് ടൈം പറയാം.